മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇനിയും കുറച്ചുകൂടെ നമുക്ക് കുറേ കാര്യങ്ങളൂടെ ചിന്തിക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കാം. ദൈവികമായിട്ടുള്ള ഈ വലിയ ശുശ്രൂഷ, ഇതിൽ മനുഷ്യൻ്റെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ ഒക്കെ ഉപരിയായിട്ടുള്ള ഒന്നാവുന്നു പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവൻ വരുമ്പോൾ നിങ്ങൾക്ക് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും, നിങ്ങൾക്ക് വേണ്ടത് അവൻ ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു തരുന്ന കാര്യങ്ങൾ, തന്ന കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ തൊട്ടിങ്ങോട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഈ എപ്പിസോഡ്സിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിലെല്ലാം തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒക്കെ ഉള്ള അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി ഷുഡ് നോട്ട് ലിമിറ്റ്. നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യരുത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇന്ന് വിവിധ സഭകൾ പല രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് അതിന് ആമുഖമായിട്ട് ഒരു വാക്യം ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡിസ്കഷൻസ് നടന്നതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. 1 കൊരിന്ത്യർ 1:18 1 Corinthians 1:18. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാവും. ഇതൊരു നോർമലായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. അതിനോട് ചേർന്ന് താഴോട്ട് ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലേ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ജ്ഞാനത്താൽ ദൈവത്തെ അറിയായുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ കിടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ അവന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. പൗലോസ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ചാണ്. ഞാനിത് പ്രത്യേകിച്ച് ഇന്ന് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ലോകത്തിൻ്റെ ജ്ഞാനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഒക്കെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഭോഷത്വമാണ്. ചില കാര്യങ്ങൾ ലോകത്തിലുള്ള ജ്ഞാനം കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് പിന്നീടുള്ള സമയങ്ങളിലാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് പലപ്പോഴും അതൊരു ഭോഷത്വമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭോഷത്വമാണ്. നോ വൺ ഈസ് വൈസ് എക്സെപ്റ്റ് ഗോഡ്. ദൈവമല്ലാതെ വേറെ ആരും തന്നെ വൈസ് എന്ന് പറയാനായിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ വിസ്ഡം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ടു ബിലീവ് ഇൻ ദ മെസ്സേജ് ഓഫ് ക്രോസ്. കുരിശിൻ്റെ മെസ്സേജിൽ വിശ്വസിക്കാനായിട്ട് ഉള്ള ഒരു കൃപ ഇന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ബുദ്ധിജീവികൾ, ബുദ്ധി രാക്ഷസന്മാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒക്കെയാണല്ലോ പറയുന്നത്, രാക്ഷസന്മാർ എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അവർ രാക്ഷസന്മാർ തന്നെയാണ്. കാരണം ഈ ബുദ്ധിക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് വേൾഡ് കോൾഡ് ഗോഡ്സ് വിസ്ഡം. ദൈവത്തിൻ്റെ വിസ്ഡത്തെ ലോകം വിളിക്കുന്നത് ഫൂളിഷ്നെസ് എന്നാണ്. ബട്ട് ഗോഡ് ബൈ ദ സോ കോൾഡ് ഫൂളിഷ്നെസ് ഗിവൺ സാൽവേഷൻ ടു ഓൾ ഹു ബിലീവ്സ് ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് ഈ ഫൂളിഷ്നെസ്സിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ഇന്ന്
രക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തെ ലിമിറ്റ് ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണുള്ളത്. ഈ 1 കൊരിന്ത്യർ 1:18 ദ പവർ ഓഫ് ക്രോസ്, അതിനകത്ത് പറയുന്ന ഇതാണ്, ദ preaching of the cross is to them that perish foolishness, but unto which are saved it is the power of God. So the word of cross is true power and wisdom, and the word of cross is foolishness to those who are perishing. ഈ പെരിഷിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ടെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ദ ടൈം ഓഫ് അറ്റ് ദ പോളിൻ്റെ സമയത്തുള്ള മാത്രമല്ല, അത് ഇപ്പോഴുള്ള മനുഷ്യർക്കും അത് വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയാണ്, അല്ലാത്തവർക്ക് ദാറ്റ് ഈസ് പെരിഷിങ്, അത് നാശമാണ്. നേരത്തെ നമ്മൾ 1 കൊരിന്ത്യർ 2:14 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നേരത്തെ സംസാരിച്ചാണ്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. നാച്ചുറൽ മാൻ ഡസ് നോട്ട് അക്സെപ്റ്റ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ്. ഇന്ന് ആത്മാവിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുന്നത് സാധാരണ മനുഷ്യനത് മനസ്സിലാക്കുകയും അത് വിവേചിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ദൈവത്തിൻ്റെ പവർ, ദൈവത്തിൻ്റെ ശക്തി, അതിനകത്ത് ഡ്യുനാമിസ് എന്നൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഡൈനാമിറ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡ്യുനാമിസ് എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നത്. അത് ഇന്ന് നമുക്ക് ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിലെ ഈ ക്രൂശിൻ്റെ വേർഡ്, ദ വേർഡ് ഓഫ് ക്രോസ്, അത് നമുക്ക് വിക്ടറി ഓവർ വേൾഡ്, വിക്ടറി ഓവർ ഫ്ലെഷ് ആൻഡ് വിക്ടറി ഓവർ ഡെവിൾ, ഈ ലോകവും അതുപോലെ നമ്മുടെ ജഡം അതുപോലെ പിശാച്, ഇങ്ങനെയുള്ളതിനകത്തെല്ലാം നമുക്ക് വലിയൊരു ഡെലിവറൻസ് തരും എന്ന് നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ഈ വചനം, യേശു പറഞ്ഞിരിക്കുന്ന വചനം, അത് ചിലർക്കത് ഫൂളിഷാണ്, എന്നാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. സോ ദ വിസ്ഡം ഇൻ ഗോഡ്സ് വേർഡ്, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. 1 കൊരിന്ത്യർ 1:27 ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, ലോകത്തിൻ്റെ ഭോഷത്വം ആണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ശക്തി. കാരണം നമുക്കെല്ലാം അറിയാം, നമുക്കെല്ലാത്തിനും കഴിവുണ്ട്, നമ്മളെക്കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങളൊന്നും, നമ്മളെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴേ പിന്നെ ദൈവത്തിന് അവിടെ ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. പൗലോസിൻ്റെ ജീവിതത്തിലും പൗലോസ് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 2:2 ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. സോ അവിടെയും യേശു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്നുള്ളതാണ്. സോ വീക്ക്നെസ് ആൻഡ് ഫിയർ ആൻഡ് ട്രംബ്ലിങ്. പോൾ സെൻസ് ഇന്നാഡ്വക്കസി, അവന് കഴിയത്തില്ല എന്നുള്ളൊരു ചിന്ത പോളിനെ എപ്പോഴും ഭരിച്ചു എന്നുള്ളതാണ്. ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എവ്രിതിങ് സീംസ് അപ്സൈഡ് ഡൗൺ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിന് ഉൾട്ടയായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ടാണ് ദൈവരാജ്യത്തിൽ. എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ഈസ് പവർ, ബലഹീനത എന്ന് പറയുന്നത് ശക്തിയാണ്. ഹ്യൂമിലിറ്റി ഈസ് സ്ട്രെങ്ത്, താഴ്മ എന്ന് പറയുന്നത് ശക്തിയാണ്. ഫൂളിഷ്നെസ് ഈസ് വിസ്ഡം, മൂഢത്വം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ടാണ്, ലോകം ചിന്തിക്കുന്നതിന് വിപരീതമായിട്ടാണ് ദൈവരാജ്യത്തിലെല്ലാം പല കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭോഷത്വമാണ്.
ശലോമോനും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സദൃശവാക്യം 14:12, അതുപോലെ തന്നെ സദൃശവാക്യം 16:25. ഈ 14:12 16:25 പറയുന്ന റെപ്പറ്റീഷനാണ്. ചിലപ്പോൾ ഒരു മനുഷ്യന് തൻ്റെ വഴി നേരായി തോന്നും, ചിലപ്പോൾ, എപ്പോഴൊന്നുമില്ല, ചിലപ്പോൾ ഒരു മനുഷ്യന് തൻ്റെ വഴി നേരായി തോന്നും. എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ. നമുക്ക് തോന്നുന്ന വഴിയിൽ കൂടി നമ്മൾ പോയാൽ പലപ്പോഴും അത് മരണ വഴികളാണ് എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു. ഇവിടെ പൗലിന് കൊരിന്ത്യൻസിന് എഴുതുന്നതിനകത്ത് 3 ടൈപ്പ് ആളുകളെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന ജ്യൂസ് ഉണ്ടായിരുന്നു, ഗ്രീക്സ് ഉണ്ടായിരുന്നു. അവരെ ജെൻറ്റൈൽസ് എന്നും യവനന്മാരെന്നും പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഗ്രീക്സ് എന്ന് പറയുന്ന യവനന്മാരെന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. ജ്യൂസ് അവർ എന്ത് കാര്യങ്ങളും വിശ്വസിക്കണമെങ്കിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അവർ പ്രൂഫ് വേണം, എന്ത് കാര്യങ്ങളും പ്രൂഫ് വേണം. യേശുക്രിസ്തു വന്നിട്ട് പോലും അവർക്ക് പ്രൂഫ് ഇല്ലാതെ അവർക്കൊന്നും വിശ്വസിക്കാനായിട്ട് സാധ്യമായില്ല. മത്തായി 12:38 അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്നവരോട് പറഞ്ഞു. ഓക്കെ, അവരൊരു അടയാളം കാണണം, ഒരു അത്ഭുതം കാണണം. അവർ ശാസ്ത്രിമാരും പരീശന്മാരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. മർക്കോസ് 8:11 അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നൊരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. ഇവിടെ എല്ലാം ഇവർ അടയാളം അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ യോഹന്നാൻ 2:18 യേശു അവർക്ക് അടയാളം കാണിച്ചു കൊടുക്കുകയാണ്. അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മന്ദിരം പൊളിക്കുവിൻ, ഇത് 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. ഇതാണ് യേശു അടയാളം അത്ഭുതങ്ങളും ചെയ്തപ്പോഴടുത്ത സൈൻ ഇതാണ്. എന്നാൽ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അവർക്കത് മനസ്സിലായില്ല, അവരത് വിശ്വസിച്ചും ഇല്ല എന്നുള്ളതാണ്. ജ്യൂസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു കാറ്റഗറിയാണ്. അവർ കണ്ടേ വിശ്വസിക്കുകയുള്ളൂ, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടെങ്കിലേ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അവർ യവനന്മാരാണ്. അവർ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമാന്മാരാണ്. ഒരു ദൈവപുത്രൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവപുത്രൻ ലോകത്ത് വന്ന് ഒരു ക്രിമിനലിനെ പോലെ ക്രൂശിൽ വന്ന് മരിച്ചു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഫൂളിഷാണ്. ഇതൊരു മൂഢത്തരമാണ്. ഇതെങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റും? ഫൂളിഷ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സെൻഡിങ് ദ സൺ ടു ബി കിൽഡ് ഇൻ ദ ക്രോസ്, ദാറ്റ് ഈസ് എ ഫൂളിഷ്നെസ്. ഒരു വ്യക്തി വന്ന് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ക്ലെയിം ചെയ്ത് ഈ ലോകത്തിൽ വന്ന് ഒരു ക്രിമിനലിനെ പോലെ ക്രൂശിന്മേൽ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ഫോളിയായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് അൺബിലീവർ അല്ലെങ്കിൽ ഈ ഗ്രീക്സ് ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് അവർ ചിത്രീകരിക്കുന്ന ഡെത്ത് ഓൺ ദ ക്രോസ്. ക്രൈസ്റ്റ് വീക്ക്നെസ് ഈസ് ദ ഡെത്ത് ഓഫ് ദ ക്രോസ്. അതാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഡെത്ത് ഈസ് ദ അൾട്ടിമേറ്റ് സൈൻ ഓഫ് ഹ്യൂമൻ വീക്ക്നെസ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ബലഹീനത, ഏറ്റവും അങ്ങേയറ്റത്തുള്ള ബലഹീനതയുടെ ഏറ്റവും അങ്ങനത്തെ പാരമ്യമാണ് മരണം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വീക്ക്നെസ്സസ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വലിയൊരു അവസരമാണ്. മനുഷ്യൻ്റെ ബുദ്ധി ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അടയ്ക്കുന്നതിന് ഇക്വലൻ്റാണ്. അതുകൊണ്ടാണ് നാച്ചുറൽ മാൻ ഷാൽ നോട്ട് റിസീവ് എനിത്തിങ് ഫ്രം ഗോഡ്. സാധാരണ മനുഷ്യൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുന്നില്ല, അവൻ്റെ ഹൃദയം അടഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മനുഷ്യരിലുള്ള ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും എല്ലാവർക്കും വെളിവായിട്ടില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില എക്സ്പീരിയൻസിൽ കൂടി ആത്മാവിൻ്റെ ചില എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോകാറുണ്ട്. എന്നാൽ അതൊരു നിയമമാക്കി നമുക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ബൈബിൾ പറയുന്നതിനപ്പുറമായിട്ട് നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല.
എന്നാൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാകാം. കാരണം ആത്മാവിൻ്റെ ആഴങ്ങൾ, ദൈവത്തിൻ്റെ ആഴങ്ങൾ ആത്മാവ് തേടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്ന ആത്മാവ്. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനം നമുക്കൊരിക്കലും ലിമിറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നുള്ളത്. അതുകൊണ്ട് മുഖവരിയായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ വിസ്ഡം മനുഷ്യൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ബിയോണ്ടാണ്. എപ്പോഴും അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വിസ്ഡം, ദൈവത്തിൻ്റെ നോളജ്, ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മനുഷ്യനിൽ നിന്ന്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഒരുപാട് ഡീപ്പാണ്. എന്നാൽ ഈ ലോകത്തിലെ ദൈവം ആയിട്ടുള്ള പിശാച് നമ്മുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളയുന്നുണ്ട്. പലപ്പോഴും അത് റിയലൈസ് ചെയ്യുവാനായിട്ട് സാധ്യമാകുന്നില്ല. പരിശുദ്ധാത്മാവ് റിവീലിംഗ് ആൻഡ് ഇല്യൂമിനേറ്റിംഗ്, ഹോളി സ്പിരിറ്റ് ഈസ് റിവീലിംഗ് ആൻഡ് ഇല്യൂമിനേറ്റിംഗ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബുദ്ധി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് റിവീൽ ചെയ്ത് തരുന്നത്, നമ്മളെ ഇൻസ്പയർ ചെയ്ത് നമ്മളെ ഇല്യൂമിനേറ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ക്രോസ്, ദാറ്റ് ഈസ് ദ റൂട്ട് ഓഫ് ഗോഡ്സ് വിസ്ഡം. അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ റൂട്ടാണ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ക്രോസ്, കുരിശിൻ്റെ വാക്ക്, ദ വേർഡ് ഓഫ് ക്രോസ്, അതാണ് പവർ. 1 കൊരിന്ത്യർ 2:7 പറയുന്ന ഇങ്ങനെ, ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. പോൾ പറയുന്നതാണ്, ഗോഡ്സ് വിസ്ഡം എ മിസ്റ്ററി ഹിഡൻ ബട്ട് പ്രീഡെസ്റ്റിൻഡ്. അത് ഇത്രയും കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളാണുള്ളത്. 1, ഇറ്റ് ഈസ് ഗോഡ്സ്. 2, അതൊരു മിസ്റ്ററിയാണ്. 3, അത് ഹിഡനാണ്. 4, അത് പ്രീഡെസ്റ്റിൻഡ് ആണ്. ഇത് പറഞ്ഞാലൊന്നും നമ്മുടെ ജ്ഞാനത്തിൽ ഇത് മനസ്സിലാകാനായിട്ട് നമുക്ക് പാടാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴേ അത് നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുത്ത് നിങ്ങളോട് സംസാരിച്ചത്. നമ്മൾ ലിമിറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുകയില്ല. അത് ചിലർക്കത് ഉണ്ടാവും, ചിലർക്കുണ്ടാവത്തില്ല. ചിലരത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, ചിലർ പല രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. എന്നാൽ അത് നമ്മളൊരു റൂള് അല്ലെങ്കിൽ ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുമാക്കി മാറ്റുകയല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് പല തലങ്ങളിൽ നമ്മളെ എത്തിക്കാനായിട്ട് പറ്റും. കാരണം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? ദൈവം നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ദൈവത്തെ പോലെ അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പോലെ അനുരൂപരാക്കി തീർക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. കാരണം ദൈവത്തിൻ്റെ ബുദ്ധിയാണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. അത് നമ്മുടെ ബുദ്ധിക്ക് പലപ്പോഴും അതീതമാണ്. അതുകൊണ്ട് നമ്മളെ ദൈവത്തിൽ തന്നെ ഈൽഡ് ചെയ്ത്, ഡിപ്പെൻഡ് ചെയ്ത് അവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കൂടുതലായിട്ട് വരികയും അത് മനസ്സിലാകുകയും ചെയ്യും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ, പല സഭകളെ, പല ലോക്കൽ ചർച്ചസൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള ആംഗിളിൽ നമ്മൾ നോക്കുകയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. ഞാനിങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, ഞാനിങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള ഒരു രീതിയൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ സമയം ഇന്ന് അവസാനിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് എടുക്കാം. ജനറലായിട്ടുള്ളൊരു കാര്യം, ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്നവർക്ക് നമുക്കെല്ലാവർക്കും രക്ഷയുടെ മാർഗമായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിലെ അതിൽ കൂടി വർക്ക് ചെയ്യുന്ന ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മൾക്ക് അത് വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് നമ്മൾ മറന്നു പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിൻ്റെ വലിയ
പ്രവർത്തനം കാണുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ചും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കൂടി കാണുവാനായിട്ട് അത് കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതാണ്, സഭയെ ബലപ്പെടുത്തുന്നതാണ്, ആ ശുശ്രൂഷയെ ബലപ്പെടുത്തുന്നതാണ്. അത് ഞങ്ങൾ തിരിച്ചറിയുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ കർത്താവെ ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലെ കർത്താവെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലങ്ങളിലൊക്കെ ഇരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അവിടെ മനസ്സിൽ നീ സമാധാനം കൊടുക്കണമേ കർത്താവെ. ബ്രോക്കണായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നീ റീഇൻസ്റ്റേറ്റ് ചെയ്യണമേ, നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ റിലീസ് ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9:30 തൊട്ട് 10 മണി വരെ ഇത് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. അതുപോലെ ഇത് വാച്ച് ചെയ്യണം, മറ്റുള്ളവർക്ക് അത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിന് പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും നിങ്ങളുടെ സജഷൻസ് ഇടുകയും ചെയ്താൽ അത് ഞങ്ങൾക്കും പ്രയോജനമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.